കാസർഗോഡ് ആദൂരിൽ വീടിന്റെ മതിലിടിഞ്ഞ് സഹോദരങ്ങൾ മരിച്ചു. ആദൂർ PHSക്ക് സമീപത്തെ അബൂബക്കറിന്റെ മക്കളായ മുസമ്മിൽ, മുൻസീർ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ ഒരു കുട്ടിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ 9 വയസ്സുകാരനെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, എന്താണ് സംഭവിച്ചത്? 2 കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടത്. ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെ? അശ്വതി, അതിദാരുണമായൊരു സംഭവമാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഒരു മണിക്കൂറുകൾക്കപ്പുറം കാസർഗോഡ് ആദൂരിൽ നടന്നിരിക്കുന്നത്. ഇന്ന് റെഡ് അലർട്ട് ജില്ലയിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ രാവിലെ മുതൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് ജില്ലയിലുണ്ടായത്. അതേസമയം ഏതാണ്ട് രാവിലെ 11 മണിയോടുകൂടി മഴ ആരംഭിച്ചു. പിന്നീടുള്ള മണിക്കൂറുകളിൽ അത് ശക്തിപ്പെട്ട് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ മണിക്കൂറുകളിൽ തന്നെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ മറ്റൊരിടത്ത് കുണിയ എന്നൊരു പറയുന്നൊരു സ്ഥലത്ത് മതിലിടിഞ്ഞ് വീണ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം കേൾക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ആദൂരിൽ. ജില്ലയുടെ മലയോര പ്രദേശം കൂടിയാണ് ആദൂർ, കിഴക്കൻ ഭാഗമാണ്. ആദൂരിലാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. വീടിന്റെ മതിലിടിഞ്ഞ് വീണ് സഹോദരങ്ങളായ 2 കുട്ടികൾ മരിച്ചു എന്ന ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വീടിന് സമീപത്തായിട്ട് കുട്ടികൾ ചെറിയൊരു കടയൊരുക്കി, അവിടെ അവരുടെ കളിയുടെ ഭാഗമായിട്ട് കടയൊരുക്കി അത് നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. മതിലിടിഞ്ഞ് കുട്ടികളുടെ ദേഹത്തേക്ക് വീണു എന്ന വിവരമാണ് ലഭിക്കുന്നത്. മറ്റൊരു കുട്ടി ഗുരുതരമായ പരിക്കുകളോടുകൂടി കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 2 കുട്ടികളാണ് ഇപ്പോൾ മരിച്ചത് മതിലിടിഞ്ഞ് വീണ്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഏറെ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ ഭരണകൂടം പുഴകളിൽ ഇറങ്ങരുത്, കുളങ്ങളിൽ ഇറങ്ങരുത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അപകട മേഖലകളിൽ പോകരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ റെഡ് അലർട്ടിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എങ്കിലും ഈ ശക്തമായ മഴക്കിടയിൽ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. വീടിന്റെ മതിലിടിഞ്ഞ് 2 കുട്ടികൾ മരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ് കാസർഗോഡ് ആദൂരിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. അശ്വതി, ശരി, വിവരങ്ങളാണ് കാസർഗോഡ് നിന്നും അനൂപ് നൽകിയത്.